നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. രാജ്യത്ത് ജനാധിപത്യം സംരക്ഷിക്കാനാണ് ഇഡിയും സിപിഐയും ശ്രമിക്കേണ്ടതെന്ന് രാഹുൽ ഗാന്ധി. എന്നാൽ ബിജെപി ഇവ രണ്ടും കൂട്ടുപിടിച്ച് രാജ്യത്തെ തകർക്കുന്നു. ഇത് ഓരോരുത്തർക്കും അപമാനകരമെന്നും രാഹുൽ ഗാന്ധി. പാനൂർ സ്ഫോടനത്തിൽ 3 പേർ കൂടി അറസ്റ്റിലായത് വെടിമരുന്ന് എത്തിച്ചവർ ഉൾപ്പെടെ ഉള്ളവരെന്ന് സൂചന. ഇതോടെ കേസിൽ പിടിയിലായ പ്രതികളുടെ എണ്ണം 12ആയി. അന്തരിച്ച പ്രശസ്ത തിരക്കഥാകൃത്ത് ബൽറാം മട്ടന്നൂരിന് നാടിന്റെ ആദരാഞ്ജലി. ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ച ശേഷം സംസ്കരിച്ചു. കലാലോകത്തിനിത് തീരാനഷ്ടം. വാർത്തകൾ വിശദമായി. കേരള മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഇഡിയും സിബിഐയും ചോദ്യം ചെയ്യാത്തതെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. അക്കാര്യം ജനങ്ങൾ ചിന്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. UDF സ്ഥാനാർത്ഥികളുടെ പ്രചരണാർത്ഥം കണ്ണൂരിൽ നടന്ന സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിനുള്ളതാണ് രാജ്യത്തെ ഇഡിയും സിബിഐയും. ഇതിനെ പിടിച്ചെടുക്കുക വഴി ജനാധിപത്യത്തെ തകർക്കുകയാണ് BJP ചെയ്യുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഒരു ഭാഷ, ഒരു ചരിത്രം എന്നിവ അടിച്ചേൽപ്പിക്കാൻ BJP ശ്രമിക്കുന്നു. ഇതിലൂടെ രാജ്യത്തെ ഓരോരുത്തരെയും അപമാനിക്കുകയാണ് ചെയ്യുന്നത്. മലയാളം എന്നത് വെറും ഒരു ഭാഷ മാത്രമല്ല. കോൺഗ്രസ് ചെയ്യാൻ പോകുന്നത് രാജ്യത്തെ എല്ലാ പാവപ്പെട്ട കുടുംബങ്ങളിലെയും ഒരു സ്ത്രീയെ തെരഞ്ഞെടുത്ത് 1 ലക്ഷം ഒരു വർഷം ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കും. സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ജോലി ഉറപ്പാക്കും. അംഗനവാടി ആശാപ്രവർത്തകർക്കും ശമ്പളം കൂട്ടുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. By using the ED, the CBI as political weapons, the BJP is trying to change the very nature of our country. ഈ ജനാധിപത്യ സ്ഥാപനങ്ങളെല്ലാം പിടിച്ചെടുക്കുന്നതിലൂടെ CBI, ED മറ്റും രാഷ്ട്രീയ ആയുധങ്ങളായി ഉപയോഗിക്കുന്നതിലൂടെ ഈ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയെ നശിപ്പിക്കാനാണ് BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ ഒരു സംശയം, ഇത്രയും കാര്യങ്ങൾ BJP എതിർക്കുമ്പോൾ എനിക്ക് സംഭവിക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. പക്ഷേ എന്റെ ഒരു സംശയം, എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ ഇതൊന്നും ഇവിടെ സംഭവിക്കാത്തത്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ നിയമസഭാ അംഗത്വം എടുത്തുകൊണ്ട് പോകാത്തത്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതി ആരും കൊണ്ടുപോകാത്തത്? എന്തുകൊണ്ടാണ് EDയും CBI ഒന്നും അദ്ദേഹത്തെ ചോദ്യം ചെയ്യാത്തത്? ഈ രാജ്യത്തെ 2 മുഖ്യമന്ത്രിമാർ ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ മാത്രം സംഭവിക്കാത്തത്? 30 ലക്ഷം സർക്കാർ ജോലികൾ രാജ്യത്തുണ്ട്. സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ കരാർ ജോലികൾ പൂർണ്ണമായും റദ്ദാക്കി സ്ഥിര നിയമനം കൊണ്ടുവരും. ഓരോ ബിരുദധാരികൾക്കും തൊഴിൽ പരിശീലനം ഉറപ്പാക്കുന്നതിന് നിയമം കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ കണ്ണൂർ മണ്ഡലം സ്ഥാനാർത്ഥി K. സുധാകരൻ, കാസർഗോഡ് മണ്ഡലം സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവർ സംബന്ധിച്ചു. വടകരയിലെ ഇടതു സ്ഥാനാർത്ഥിയും മുൻമന്ത്രിയുമായ KK ശൈലജയ്ക്കെതിരെ അശ്ലീല പോസ്റ്റിട്ട സംഭവത്തിൽ ഗൾഫ് മലയാളിക്കെതിരെ പോലീസ് കേസെടുത്തു. കോഴിക്കോട് നടുവണ്ണൂർ സ്വദേശി K. മിൻഹാജാണ് പ്രതി. കലാപാഹ്വാനം, മാനഹാനി ഉണ്ടാക്കിയ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താണ് മട്ടന്നൂർ പോലീസ് കേസെടുത്തത്. സ്ഥാനാർത്ഥി KK ശൈലജയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. 10 ദിവസം മുമ്പാണ് ശൈലജ പോലീസിന് പരാതി നൽകിയത്. നേരത്തെ KK ശൈലജയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചു എന്ന കുറ്റം ചുമത്തി ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകനെതിരെ ന്യൂമാഹി പോലീസ് കേസെടുത്തിരുന്നു. ന്യൂമാഹി സ്വദേശി അസ്ലമിനെതിരെയാണ് കേസ്. മങ്ങാട് സ്നേഹതീരം എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മയിലായിരുന്നു വ്യാജ പ്രചരണം. ശബ്ദ സന്ദേശം അസ്ലമിന്റേതാണെന്ന് കണ്ടെത്തിയെന്ന് പോലീസ് അറിയിച്ചു. കണ്ണൂരിൽ വീണ്ടും മയക്കുമരുന്ന് വേട്ട. വാഹന പരിശോധനയ്ക്കിടെ മയക്കുമരുന്നുമായി 2 പേരെ സിറ്റി പോലീസ് പിടികൂടി. 4.9 ഗ്രാം MDMAയുമായി ആദികടലായിലെ ഷാക്കിർ, നീർക്കടവിലെ ദീപേഷ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. ഇവർക്കൊപ്പമുണ്ടായിരുന്ന സജീർ ഓടി രക്ഷപ്പെട്ടു. അതിമാരക മയക്കുമരുന്നിൽപ്പെട്ട MDMAയുമായാണ് 2 പേരെ കണ്ണൂർ സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ IPSന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സിറ്റി നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർ സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും വളപട്ടണം പോലീസും നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിലാണ് 4.9 ഗ്രാം MDMAയുമായി ആദികടലായി സ്വദേശി ഷാക്കിർ, നീർക്കടവ് സ്വദേശി ദീപേഷ് എന്നിവരെ പിടികൂടിയത്. സംഘത്തലവനായ കൊച്ചുണ്ണി എന്ന് വിളിക്കുന്ന സജീർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. നിരവധി മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയായ സജീർ ഓട്ടോറിക്ഷ വാടകയ്ക്കെടുത്ത് ഷാക്കിറിനെ ഡ്രൈവറായി ഉപയോഗിച്ച് കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മയക്കുമരുന്ന് ആവശ്യക്കാർക്ക് എത്തിക്കുന്നതായി വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ
ദിവസങ്ങളായി നിരീക്ഷണത്തിലായിരുന്നു. വളപട്ടണം SI നിതിൻ, ഡാൻസെഫ് SI മഹിജൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അജിത്ത്, ശ്രീജേഷ്, ബിനു, രാഹുൽ, അനൂപ്, അബ്ദുൾ നിഷാദ്, സതീശൻ, സനോജ്, പ്രബീഷ് എന്നിവർ ചേർന്നാണ് ഇവരെ പിടികൂടിയത്. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും സ്വർണവും സിഗരറ്റും പിടികൂടി. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 3 കേസുകളാണ് ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്തത്. ഷാർജയിൽ നിന്നെത്തിയ യാത്രക്കാരനിൽ നിന്ന് 21.28 ലക്ഷം രൂപയുടെ സ്വർണമാണ് പിടിച്ചെടുത്തത്. മറ്റൊരു കേസിൽ ദോഹയിൽ നിന്നും എത്തിയ യാത്രക്കാരനിൽ നിന്നും 22.08 ലക്ഷം രൂപ വില വരുന്ന 299 ഗ്രാം സ്വർണവും പിടികൂടിയിട്ടുണ്ട്. മറ്റ് 2 കേസുകളിലായി സിഗരറ്റ് സ്റ്റിക്കുകളും സിഗരറ്റും പിടിച്ചെടുത്തിട്ടുണ്ട്. കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണറേറ്റിന് കീഴിലുള്ള കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഉദ്യോഗസ്ഥരാണ് കൂടുതൽ കള്ളക്കടത്ത് കേസുകൾ പിടികൂടിയിട്ടുള്ളത്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ 3 കേസുകളാണ് ഉദ്യോഗസ്ഥർ രജിസ്റ്റർ ചെയ്തത്. കഴിഞ്ഞയാഴ്ച 304 ഗ്രാം 24 കാരറ്റ് സ്വർണവുമായി ഷാർജയിൽ നിന്നുമെത്തിയ യാത്രക്കാരനെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളിൽ നിന്നും 21.28 ലക്ഷം രൂപയുടെ സ്വർണമാണ് പിടിച്ചെടുത്തത്. ദോഹയിൽ നിന്നും വന്ന മറ്റൊരു യാത്രക്കാരനിൽ നിന്നും 22.8 ലക്ഷം രൂപ വില വരുന്ന 299 ഗ്രാം 24 കാരറ്റ് സ്വർണവും പിടികൂടിയിട്ടുണ്ട്. രണ്ടിടത്തും യാത്രക്കാരന്റെ ദേഹത്ത് ഒളിപ്പിച്ച നിലയിലായിരുന്നു സ്വർണം. മറ്റൊരു സംഭവത്തിൽ 2400 സിഗരറ്റ് സ്റ്റിക്കുകളും പിടിച്ചെടുത്തു. ദോഹയിൽ നിന്നും ഇൻഡിഗോ ഫ്ലൈറ്റിൽ വന്ന യാത്രക്കാരന്റെ കയ്യിൽ നിന്നും 48,000 സിഗരറ്റ് ബാഗേജിൽ ഒളിപ്പിച്ച നിലയിലും കണ്ടെത്തി നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇടവേളയ്ക്ക് മുന്നേ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യത്ത് ജനാധിപത്യം സംരക്ഷിക്കാനാണ് EDയും CPIയും ശ്രമിക്കേണ്ടതെന്ന് രാഹുൽ ഗാന്ധി. എന്നാൽ BJP ഇവ രണ്ടും കൂട്ടുപിടിച്ച് രാജ്യത്തെ തകർക്കുന്നു. ഇത് ഓരോരുത്തർക്കും അപമാനകരമെന്നും രാഹുൽ ഗാന്ധി. പാനൂർ സ്ഫോടനത്തിൽ 3 പേർ കൂടി അറസ്റ്റിലായത് വെടിമരുന്നെത്തിച്ചവർ ഉൾപ്പെടെ ഉള്ളവരെന്ന് സൂചന. ഇതോടെ കേസിൽ പിടിയിലായ പ്രതികളുടെ എണ്ണം 12ആയി. അന്തരിച്ച പ്രശസ്ത തിരക്കഥാകൃത്ത് ബൽറാം മട്ടന്നൂരിന് നാടിന്റെ ആദരാഞ്ജലി. ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ച ശേഷം സംസ്കരിച്ചു. കലാലോകത്തിനിത് തീരാനഷ്ടം. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്. കോസ്മെറ്റോളജി രംഗത്ത് ഏറ്റവും മികവുറ്റ കോഴ്സുകളുമായി GITD 17ാം വർഷത്തിലേക്ക്. 100% പ്രാക്ടിക്കൽ ഓറിയന്റഡ് ട്രെയിനിങ്, ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനം, പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനർ ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD വനിതകളുടെ വിജയത്തിന്റെ വഴികാട്ടി. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. റമദാൻ, വിഷു, ഈസ്റ്റർ ആഘോഷങ്ങളെ വരവേൽക്കാൻ ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ അവതരിപ്പിക്കുന്നു ഹാർമണി ഫിയസ്റ്റ ബിഗ് സെയിൽ. എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ. ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ നേടാം TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മിക്സി, മൈക്രോവേവ് ഓവൻ തുടങ്ങി ഗൃഹോപകരണങ്ങൾ സൗജന്യമായി. ഒപ്പം ഗിഫ്റ്റ് വൗച്ചറുകളും സ്വർണ്ണ നാണയങ്ങളും.
വർണ്ണവിസ്മയങ്ങളുമായി ഇമ്മാനുവൽ ഒരുക്കുന്നു സവിശേഷമായ റംസാൻ കളക്ഷൻസ്. പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഈസ്റ്ററിനും വിഷുവിനും ഒരുങ്ങാം കുടുംബസമേതം. കിഡ്സ് കളക്ഷനിലെ ന്യൂ ട്രെൻഡുകളുമായി കിഡ്സ് വെയർ സെക്ഷൻ. വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ വൈവിധ്യങ്ങൾ. വരൂ, നേടൂ വൻ വിലക്കുറവിനൊപ്പം കൈനിറയെ സമ്മാനങ്ങളും. ഇമ്മാനുവൽ സിൽക്സ്, ന്യൂ ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. മെഗാമാൾ കാഞ്ഞങ്ങാട്, റിയാദ് മാൾ പയ്യന്നൂർ, മെയിൻ റോഡ് ഇരട്ടി, എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. വാർത്തയിലേക്ക്. പാനൂർ മുളിയത്തോട് ബോംബ് സ്ഫോടന കേസിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത 3 പേരെ കൂടി അറസ്റ്റ് ചെയ്തു. RSS നേതാവ് കതിരൂർ മനോജ് വധക്കേസിൽ ഉൾപ്പെടെ നിരവധി കേസിൽ പ്രതിയായ കിഴക്കേ കതിരൂരിലെ സജിലേഷ്, ജിജോഷ്, വടകര മടപ്പള്ളി കൂളി ബസാർ സ്വദേശി ബാബു കേളോത്ത് എന്നിവരെയാണ് പാനൂർ CI K പ്രേംദാസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 12ആയി. അറസ്റ്റിലായവരിൽ നിന്നും 3 കിലോ വെടിമരുന്നും കണ്ടെത്തിയിട്ടുണ്ട്. വെടിമരുന്ന് കണ്ടെത്തിയ സംഭവത്തിൽ ചോമ്പാല പോലീസ് മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തു. സ്ഫോടനത്തിന് ഉപയോഗിച്ച വെടിമരുന്ന് എത്തിച്ചത് സജിലേഷ് ഉൾപ്പെട്ട സംഘമാണെന്ന് ചോദ്യം ചെയ്യലിൽ വ്യക്തമായതോടെയാണ് അന്വേഷണ സംഘം അറസ്റ്റിലേക്ക് നീങ്ങിയത്. മടപ്പള്ളിയിലെ ബാബുമാണ് വെടിമരുന്ന് നൽകിയത്. ഇവരെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും. ഏപ്രിൽ 6 പുലർച്ചെയാണ് മുളിയത്തോട് സ്ഫോടനം നടക്കുകയും ഒരാൾ മരിക്കുകയും ചെയ്തത്. നിലവിൽ 9 CPM പ്രവർത്തകർ കേസിൽ റിമാൻഡിലാണ്. ഇതോടെ കേസിൽ പിടിയിലായ പ്രതികളുടെ എണ്ണം 12ആയി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഹരിത തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ശുചിത്വ മിഷന്റെ ഹരിത വോട്ട് വണ്ടി പര്യടനത്തിന്റെ 3ാം ദിവസം ചക്കരക്കല്ലിൽ എത്തി. മാലിന്യ രാക്ഷസിയുമായുള്ള ഹരിത വോട്ട് വണ്ടി പ്രയാണം ചൊവ്വാഴ്ച കണ്ണൂരിൽ അസിസ്റ്റന്റ് കലക്ടർ അനൂപ് ഗാർഗായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. നമ്മുടെ 26-ാം തീയതി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കമ്മീഷന്റെ പ്രത്യേക നിർദ്ദേശമനുസരിച്ച് ഇത്തവണ നമ്മുടെ പോളിംഗ് സ്റ്റേഷനിലും അതുപോലെ തന്നെ പരിശീലന കേന്ദ്രങ്ങളിലും പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലുള്ള ജനാധിപത്യ സംവിധാനത്തിൽ പ്രക്രിയയിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടാകാൻ സാധിക്കാവുന്ന എല്ലാ തരത്തിലുള്ള ജൈവവും അജൈവവുമായ മാലിന്യങ്ങൾ അത് യഥാവിധി ശാസ്ത്രീയമായി സംഭരിച്ച് സംസ്കരിക്കാൻ വേണ്ടി ഉള്ള നിർദ്ദേശം കൂടിയുണ്ട്. ആ നിർദ്ദേശം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ധാരാളം പരിശീലന പരിപാടികളും ബോധവൽക്കരണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലൊരു ആശയമെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഉയർത്തി വരുന്ന എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്തം എന്നുള്ള രീതിയിൽ ഈ ഓരോ പൗരനും അവരുടേതായ ബോധതലം ഉയർത്താൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സംരംഭം പൂർണ്ണമായി വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാ വോട്ടർമാരുടെ അഭ്യർത്ഥനയുണ്ട്. കേരളത്തിൽ ആദ്യമായാണ് ഹരിത വോട്ട് വണ്ടി പര്യടനം നടത്തുന്നത്. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഹരിത വോട്ട് വണ്ടി ഇതിനകം പ്രയാണം നടത്തിക്കഴിഞ്ഞു. ഇന്ന് ചക്കരക്കല്ലിലെ പര്യടനത്തിന് ശേഷം വിവിധ സ്ഥലങ്ങളിൽ പര്യടനം നടത്തിയ വോട്ട് വണ്ടി വൈകുന്നേരം പയ്യാമ്പലത്ത് യാത്ര അവസാനിപ്പിച്ചു. പൊതുജനങ്ങളിൽ ഹരിത ഇലക്ഷന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യമെന്ന് ജില്ലാ ശുചിത്വ മിഷൻ റിസോഴ്സസ് ചെയർപേഴ്സൺ ഇ മോഹനൻ പറഞ്ഞു. ഗ്രീൻ പ്രോട്ടോകോൾ ചാർജ് ഓഫീസർ KV സീമ അധ്യക്ഷത വഹിച്ചു. P അശോകൻ, K അനുശ്രീ, നിഷ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. C വിനോദ്, ലസിജ മുണ്ടേരി, സ്വാതി ചന്ദ്രൻ തുടങ്ങിയവർ സ്കിറ്റുകളും പാട്ടുകളും അവതരിപ്പിച്ചു. വേങ്ങരയിൽ നിന്നും വാറ്റുചാരായം പിടികൂടി. ചെമ്പല്ലിക്കുണ്ട് ടർഫിന് മുന്നിൽ വച്ചാണ് 10 ലിറ്റർ വാറ്റുചാരായവുമായി ബാബുവിനെ എക്സൈസ് അറസ്റ്റ് ചെയ്തത്. മാസങ്ങളായി ഇയാൾ സ്ക്വാഡിന്റെ നിരീക്ഷണത്തിലായിരുന്നു. വണ്ടി സഹിതമാണ് ആളെ കസ്റ്റഡിയിലെടുത്തത്. പ്രദേശത്ത് മദ്യവിൽപ്പന നടത്തുന്ന പ്രധാന കണ്ണിയാണ് അറസ്റ്റിലായ ബാബു എന്ന് എക്സൈസ് ഇൻസ്പെക്ടർ പ്രസന്നകുമാർ പറഞ്ഞു. പാപ്പിനിശ്ശേരി എക്സൈസ് ഇൻസ്പെക്ടർ പ്രസന്നകുമാറും സംഘവും വെങ്ങര ഭാഗങ്ങളിൽ നടത്തിയ റെയ്ഡിൽ ചെമ്പല്ലിക്കുണ്ട് ടർഫിന് മുന്നിൽ വെച്ചാണ് 10 ലിറ്റർ വാറ്റുചാരായവുമായി ബാബു പിടിയിലായത്. TVS ജൂപ്പിറ്റർ വണ്ടിയിലാണ് ഇയാൾ മദ്യവിൽപ്പന നടത്തിവന്നത്. മാസങ്ങളായി ഉത്തരമേഖല കമ്മീഷണർ സ്ക്വാഡിന്റെ നിരീക്ഷണത്തിലായിരുന്നു പ്രതി. ഫോൺ വിളിച്ചാൽ ചാരായം ഇയാൾ കുഞ്ഞിമംഗലം, പിലാത്തറ, ഏഴോം, താവം, ചെറുകുന്ന് മേഖലകളിലും കല്യാണം, തെയ്യം എന്നീ ആവശ്യങ്ങൾ പറഞ്ഞു ഇയാളുടെ വാഹനത്തിൽ എവിടെയും എത്തിച്ച് വിൽപ്പന നടത്തിയിരുന്നു. ഇതിനിടയിലാണ് പ്രതി പിടിയിലായിരിക്കുന്നത്. റെയ്ഡിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സന്തോഷ് തൂണോളി, ജോർജ് ഫെർണാണ്ടസ്, പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് പങ്കജാക്ഷൻ C, രഗിരാജ് PP, സിവിൽ എക്സൈസ് ഓഫീസർ വിവേക്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ഷൈമ, ഡ്രൈവർ ഇസ്മയിൽ എന്നിവരും ഉണ്ടായിരുന്നു.
അന്തരിച്ച പ്രശസ്ത തിരക്കഥാകൃത്തും ഗ്രന്ഥകാരനുമായ ബൽറാം മട്ടന്നൂരിൻ്റെ ഭൗതിക ശരീരം നാറാത്ത് വീട്ടിൽ പൊതുദർശനത്തിന് വച്ചപ്പോൾ സമൂഹത്തിൻ്റെ നാനാ തുറയിലുള്ളവർ ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തി. അസുഖബാധിതനായി ചികിത്സയിലിരിക്കെ 62-ാം വയസ്സിലാണ് അന്ത്യം സംഭവിച്ചത്. കളിയാട്ടം, കർമ്മയോഗി, സമവാക്യം തുടങ്ങി നിരവധി സിനിമകളുടെ തിരക്കഥാകൃത്താണ് ബൽറാം മട്ടന്നൂർ. മുയൽഗ്രാമം, രവിഭഗവാൻ, കാട്ടിലൂടെ നാട്ടിലൂടെ, ബാലൻ, പാവപ്പെട്ട കഥ, ജീവിതം പൂങ്കാവനം, അനന്തം, കാശി എന്നീ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. നാറാത്ത് സ്വദേശിനിയായ KN സൗമ്യയാണ് ഭാര്യ. മകൾ ഗായത്രി ബൽറാം. സഹോദരങ്ങൾ ജയറാം, ശൈലജ, ഭാർഗവറാം, ലതീഷ്. അസുഖബാധിതനായി ഏറെ നാൾ ചികിത്സയിലായിരുന്നു ബൽറാം മട്ടന്നൂർ. സുരേഷ് ഗോപി അടക്കം നിരവധി പ്രമുഖർ ഇദ്ദേഹത്തെ സന്ദർശിക്കാനും ഇദ്ദേഹത്തിന്റെ പുസ്തകം പ്രകാശനം ചെയ്യാനുമായി നാറാത്ത് വീട്ടിൽ എത്തിയിരുന്നു. സംസ്കാരം പകൽ 2 മണിക്ക് പുല്ലൂപ്പി സമുദായ ശ്മശാനത്തിലാണ് നടന്നത്. MLA KV സുമേഷ്, ഡോക്ടർ ശിവദാസൻ MP, PK ശ്യാമള ടീച്ചർ, വത്സൻ തില്ലങ്കേരി, സാധു വിനോദ്, ഗായകൻ രഞ്ജിത്ത് ശ്രീധരൻ, BJP സംസ്ഥാന സെക്രട്ടറി K രഞ്ജിത്ത്, ജില്ലാ ജനറൽ സെക്രട്ടറി ബിനു എളമരം, നാറാത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് K രമേശൻ, ഫെഫ്കയ്ക്ക് വേണ്ടി മുൻ വൈസ് പ്രസിഡന്റ് മഹറൂഫ് പിണറായി, ചലച്ചിത്ര അക്കാദമിക്ക് വേണ്ടി റീജിയണൽ കോർഡിനേറ്റർ PK ബൈജു തുടങ്ങി സമൂഹത്തിന്റെ നാനാ തുറകളിലും പെട്ടവർ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തി. ബൽറാമിന്റെ മരണം സാംസ്കാരിക മേഖലയ്ക്ക് തീരാ നഷ്ടമാണെന്ന് സിനിമാ നടൻ സുശീൽ കുമാർ തിരുവങ്ങാട് പറഞ്ഞു. ബൽറാമിന്റെ പഠനത്തെക്കുറിച്ച് ഇനിയും ആളുകൾ ആ അർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടില്ല. അത്രയും ദീർഘവീക്ഷണമുള്ളൊരു അക്കാഡമിക്കായിട്ടുള്ള ഒരു വലിയ എഴുത്തുകാരനായിരുന്നു മട്ടന്നൂർ മനുഷ്യൻ. എന്ത് പറഞ്ഞാലും കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്ര സാഹിത്യ മേഖലയ്ക്ക് വലിയ എഴുത്തുകാരായ MT സാർ അടക്കമുള്ളവർക്ക് വളരെ അടുത്ത് സ്നേഹമുള്ള, ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ബന്ധമുള്ള ആളായിരുന്നു. നടൻ സുരേഷ് ഗോപി, സംവിധായകൻ ജയരാജ് തുടങ്ങിയവർ അനുശോചനം അറിയിച്ചു. സുരേഷ് ഗോപിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ഉൾപ്പെടെ നിരവധി ബഹുമതികൾ നേടിയ കളിയാട്ടം, കർമ്മയോഗി, സമവാക്യം, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും, അന്യലോകം തുടങ്ങിയ സിനിമകളുടെ തിരക്കഥാകൃത്താണ് ബൽറാം. ഏകമകൾ ഡോക്ടർ ഗായത്രി ബൽറാമും ജ്യേഷ്ഠമകൻ ആഷിഖ് ജയറാമും ചേർന്നാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്. സിറ്റി ന്യൂസ്, കണ്ണൂർ. കേരള ഗവൺമെന്റ് വെറ്റിനറി ഓഫീസേഴ്സ് അസോസിയേഷൻ കണ്ണൂർ യൂണിറ്റും പീപ്പിൾസ് ഫോർ ആനിമൽ വെൽഫെയർ കണ്ണൂരും ചേർന്ന് നാടൻ നായക്കുട്ടികളുടെയും പൂച്ചക്കുട്ടികളുടെയും ദത്തെടുക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ നടന്ന പരിപാടി ഡോക്ടർ ബിജോയ് ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ 3-ാം തവണയാണ് ദത്തെടുക്കൽ ക്യാമ്പ് നടത്തുന്നത്. തെരുവിൽ അനാഥരായേക്കാവുന്ന നായക്കുട്ടികളെയും പൂച്ചക്കുട്ടികളെയുമാണ് ആളുകൾ ഇവിടെ എത്തി ദത്ത് എടുക്കുന്നത്. കൈമാറാനും ഏറ്റെടുക്കാനും സന്നദ്ധരാകുന്നവർക്കുള്ള വേദിയാണ് ക്യാമ്പിന്റെ ലക്ഷ്യം. കണ്ണൂർ ജില്ലാ വെറ്റിനറി കേന്ദ്രം ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ ബിജോയ് വർഗീസ് പറഞ്ഞു. നാടൻ നായകൾക്കും പൂച്ചകൾക്കും ആവശ്യക്കാർ ഏറി വരുന്നതിൽ സന്തോഷമുണ്ടെന്ന് ഭാരവാഹി ഡോക്ടർ സുഷമ പ്രഭുവും പറഞ്ഞു. പീപ്പിൾ ഫോർ ആനിമൽ വെൽഫെയർ എന്ന സംഘടന കേരള ഗവൺമെന്റ് വെറ്റിനറി ഓഫീസ് അസോസിയേഷൻ KGVOA കണ്ണൂർ യൂണിറ്റിന്റെ സഹകരണത്തോടെയാണ് നാടനിനം മൃഗങ്ങളെ ദത്തെടുക്കൽ ക്യാമ്പ് നടത്തിയത്. ഡോക്ടർമാരായ ആസിഫ്, സുഷമ പ്രഭു, വെറ്റിനറി അസിസ്റ്റന്റ് പ്രൊഫസർ നിതിത്യ തുടങ്ങിയവർ നേതൃത്വം നൽകി. 25ഓളം പട്ടിക്കുട്ടികളെയും 20ഓളം പൂച്ചക്കുട്ടികളെയുമാണ് ദത്ത് നൽകിയത്. കണ്ണൂർ മണിക്കട് ഉളിക്കലിൽ വീണ്ടും കാട്ടാന. ഇന്നലെ വൈകിട്ടോടെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ മോഴയാനയെ വനപാലകരും നാട്ടുകാരും ചേർന്ന് കാട്ടിലേക്ക് തുരത്തിയെങ്കിലും കാട്ടാന വീണ്ടും ജനവാസ മേഖലയിൽ എത്തുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. രാത്രിയോടെ വീണ്ടും വനാതിർത്തിയിലെത്തിയ കാട്ടാനയെ തുടർന്ന് RRTയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ഉൾവനത്തിലേക്ക് തുരത്തി. രാത്രി പ്രദേശത്ത് വനം വകുപ്പ് കാവൽ ഏർപ്പെടുത്തിയിരുന്നു. ഈ മാസം 4ാമത്തെ തവണയാണ് ജനവാസ മേഖലയിൽ ആനയിറങ്ങുന്നത്. പുഴാതി പഴയ പറമ്പത്ത് പുതിയ ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവം സമാപിച്ചു. 16-ന് ക്ഷേത്രം തന്ത്രി പന്നിയോട്ടില്ലത്ത് മാധവൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് കളിയാട്ടം ആരംഭിച്ചത്. ഇന്ന് പുലർച്ചെ വിവിധ തെയ്യക്കോലങ്ങൾ കെട്ടിയാടി. ഉച്ചക്ക് അന്നദാനവും നടന്നു. രാത്രി കരിയിടിക്കലോടെയാണ് ഉത്സവ സമാപനം.
ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. അവസ്ഥ കൊടും ചൂടിൽ കേരളത്തിന് ആശ്വാസമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഴ മുന്നറിയിപ്പ്. ഇന്നും നാളെയും സംസ്ഥാനത്തെ 14 ജില്ലകളിലും മഴ സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. ഇന്നും അടുത്ത ദിവസങ്ങളിലും കേരളത്തിൽ കാര്യമായ തോതിൽ മഴ പ്രതീക്ഷിക്കാമെന്നാണ് പ്രവചനം വ്യക്തമാക്കുന്നത്. കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് പ്രകാരം ഈ മാസം 21-ാം തീയതി വരെ കേരളത്തിൽ വിവിധ ജില്ലകളിൽ മഴ ലഭിക്കുമെന്ന് ഉറപ്പാണ്. നാളെ 3 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് നാളെ യെല്ലോ അലേർട്ട് ഉള്ളത്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യത്ത് ജനാധിപത്യം സംരക്ഷിക്കാനാണ് ഇഡിയും സിബിഐയും ശ്രമിക്കേണ്ടതെന്ന് രാഹുൽ ഗാന്ധി. എന്നാൽ BJP ഇവ രണ്ടും കൂട്ടുപിടിച്ച് രാജ്യത്തെ തകർക്കുന്നു. ഇത് ഓരോരുത്തർക്കും അപമാനകരമെന്നും രാഹുൽ ഗാന്ധി. പാനൂർ സ്ഫോടനത്തിൽ 3 പേർ കൂടി അറസ്റ്റിലായത് വെടിമരുന്ന് എത്തിച്ചവർ ഉൾപ്പെടെ ഉള്ളവരെന്ന് സൂചന. ഇതോടെ കേസിൽ പിടിയിലായ പ്രതികളുടെ എണ്ണം 12ആയി. അന്തരിച്ച പ്രശസ്ത തിരക്കഥാകൃത്ത് ബൽറാം മട്ടന്നൂരിന് നാടിന്റെ ആദരാഞ്ജലി. ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ച ശേഷം സംസ്കരിച്ചു. കലാലോകത്തിനിത് തീരാനഷ്ടം. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.